വികസനവും പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പോരായ്മയും കർഷക ആത്മഹത്യ, കാർഷിക വിളകളുടെ വിലയിടിവ് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നതെന്ന് ഇടുക്കിയിലെ വോട്ടർമാർ. ഭരണമാറ്റം വേണമെന്ന കാര്യത്തോട് പ്രതികരിച്ചവരിൽ ഭൂരിഭാഗം പേരും യോജിപ്പ് പ്രകടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും അത് ജനങ്ങളിൽ എത്തിയില്ല എന്ന് അഭിപ്രായപ്പെട്ടവരും എല്ലാ പ്രദേശങ്ങളിലും വികസനം എത്തിയില്ല എന്ന് പരിതപിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇരുകൂട്ടരും പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമായതിനാൽ വിജയം പ്രവചനാതീതമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഇലക്ഷൻ പ്രചാരണം അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ഇടുക്കിയിലെ വോട്ടർമാർ മനസ്സ് തുറക്കുന്നു. നിലവിലുള്ള MP കാലാവസ്ഥ MP അനുകൂലം. ഇപ്പോൾ നിലവിലുള്ള MP തന്നെ ജയിക്കും. 1,00,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം അനുകൂലമായി ഇപ്പം ഘടകം. വികസന പ്രവർത്തനങ്ങൾ എല്ലാം അനുകൂല ഘടകങ്ങൾ. ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 16 UDFന് അനുകൂലമായിട്ട് നിൽക്കണം. കുട്ടം നിയോജക മണ്ഡലത്തിൽ 100% GN കുര്യാക്കോസ് ജയിക്കാൻ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്താണ് അനുകൂല ഘടകങ്ങൾ? അനുകൂല ഘടകം നല്ലൊരു ശതമാനം ജനങ്ങളും പ്രചരണവും എല്ലാം ജനങ്ങൾക്കും അടുത്തു. അതുവശം എൻ്റെ കാഴ്ചപ്പാട്. ഇടുക്കിയിലെ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? കാഴ്ചപ്പാട് നല്ല അനുകൂലമാണ്. കുര്യാക്കോസ് ജയിക്കുന്നതാണ് എല്ലാവരും അഭിപ്രായം. മൊത്തത്തിലുള്ള അഭിപ്രായം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് പ്രത്യേകം അങ്ങനെ കാഴ്ചപ്പാടൊന്നുമില്ല. എന്നാലും എൻ്റെ വോട്ട് എപ്പോഴും ഇടതുപക്ഷത്തിനായിരിക്കും. ഈ കൂടുതലൊന്നും അതിനകത്ത് കൂടുതൽ പറയാനില്ല. ജോസ് ജോർജിനായിരിക്കും എൻ്റെ വോട്ട്. എന്താണ് അനുകൂല ഘടകങ്ങൾ? അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് വിജയസാധ്യത കാണുന്നുണ്ട് കൂടുതലായിട്ട്. അത് നിലവിലൊരു MP എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രവർത്തനങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചോളം വളരെ തൃപ്തികരമാണ്. ഈ ഇലക്ഷന് ഒരു ഭരണമാറ്റം ആവശ്യമാണ്. മോദി സർക്കാർ മാറി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ? നോട്ട് നിരോധനം, ഈ GST എന്ന് വെച്ചാൽ സാധാരണക്കാരൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം ഇതുവരെ ഓരോ ആൾക്കാരും രേഖാപരം പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മാറ്റം. ഈ കാർഷിക മേഖലയല്ലേ? കാർഷിക മേഖല വളരെയധികം സ്തംഭനാവസ്ഥയാണ്. വികസന പ്രവർത്തനങ്ങളുടെ അഭാവമുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും. ഈ പ്രളയം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്. ഒന്നും വോട്ടെടുപ്പിൽ എന്താ ചർച്ചയായ വിഷയമല്ല. അല്ല, പല വിഷയങ്ങളുണ്ടല്ലോ. വികസനം ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കമലെ സംബന്ധിച്ച് വികസനമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അനുകൂലമായ ഒരു ഘടകം, ആർക്ക് അനുകൂലമായ ഒരു ഘടകം നിൽക്കുന്നത് നമുക്ക് അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടുത്തെ രീതിയിൽ മണ്ഡലത്തിൽ GN കുര്യാക്കോസ് വിജയിക്കും. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? നേരിയ ഭൂരിപക്ഷം. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? അനുകൂല ഘടകങ്ങൾ കേരളത്തിലെ ഭരണവികാരം, പിന്നെ നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനവും GST പോലുള്ള പുതിയ നയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ പുതിയ ഭരണം ഉണ്ടാകണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണം ഉണ്ടാകണം. അതിനുവേണ്ടി GN കുര്യാക്കോസ് ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാഴ്ചപ്പാട് ചിലപ്പം UDF ഇവിടെ ജയിക്കുമായിരിക്കും. എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം? ഈ വോട്ടർമാർക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് വിഷയം എന്നാന്ന് ചോദിച്ചാൽ എന്നാ പറയും. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം ഒരു ആപ്പാടെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മൊത്തത്തിൽ. എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ഇലക്ഷന് BJPയും കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് UDF ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചിരിക്കും. അനുകൂല ഘടകമാണ് ഇപ്പോൾ നിലവിലുള്ളത് UDFന്. ഇപ്പം മൊത്തത്തിൽ ഇവിടെ നല്ല അനുകൂലമായ ഘടകം. 6-7 കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്തു. എന്താണ് ഇടതുപക്ഷം ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചെയ്തതായിട്ട് പറയാനുണ്ടോ? പിന്നെ എന്തിനാ ജോസ് ജോർജ് വോട്ടിന് ചോദിച്ചുകൊണ്ട് വരുന്നത്? ഈ തൊടുപുഴ മേഖലയിലും ഒന്നും ഇവിടെ UDFന് അനുകൂലം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് വിശ്വാസികളുടെ ഒരു നല്ല രീതിയിൽ നടന്നിരുന്ന ഓരോ അമ്പലങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഗവൺമെൻറ് ആവശ്യമില്ലാത്ത രീതിയിൽ ഇടപെട്ടു. അതൊരു ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഈ ഇലക്ഷൻ ജനങ്ങൾ വിലയിരുത്തി.
ശബരിമല വിഷയം ഈ ഇലക്ഷൻ ചർച്ചയാകുമെന്ന് കരുതുന്നുണ്ടോ? 100%. എന്താണ് ഈ മേഖലയിൽ എങ്ങനെയാണ്, ഇടുക്കി ജില്ലയിൽ എങ്ങനെയാണ്? ഇടുക്കി ജില്ലയിൽ ആ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ ഒത്തിരി തെറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ വിജയസാധ്യത എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു? ഇടുക്കിയിൽ ഡി എൻ കുര്യാക്കോസിന് വിജയമുണ്ടാവും. അറിയപ്പെടുന്ന വിഷയം CPM-ൻ്റെ അക്രമ രാഷ്ട്രീയം. അതാണ് ഏറ്റവും വലിയ വിഷയം വോട്ടർമാരിൽ ചർച്ച ചെയ്യുന്നത്. വികസനം ഒരു ചർച്ചയാവുന്നില്ല. വികസനം മുരടിപ്പാണല്ലോ, വികസനം മുരടിപ്പായിട്ടാണ് പറയുന്നത്. MP ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. ആ കൂടി നമ്മുടെ മുട്ടത്ത് അപേക്ഷിച്ച്, മുട്ടത്ത് പറയാൻ ഒരു ഹൈമാക്സ് ലൈറ്റ് മുട്ടത്തിൽ ടൗണിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു വികസനം എന്ന് പറഞ്ഞാൽ മുട്ടം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഇലക്ഷന് ഒരു മതേതര ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി UDF, അതായത് UP അധികാരത്തിൽ വരേണ്ടത് ഇവിടുത്തെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അവൻ കഴിക്കേണ്ട ഭക്ഷണം എന്ത് കഴിക്കണം, അവൻ ഏത് വസ്ത്രം ഇടണം, അവൻ ഏത് പള്ളിയിൽ പോകണം, ഏത് അമ്പലത്തിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത് കൂടിയുള്ള ഇലക്ഷനാണ്. അതിനുവേണ്ടി UDF, അതായത് UPA അധികാരത്തിൽ വന്നാൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്കും പ്രത്യേകിച്ചൊരു അനുകൂലം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. രണ്ടുപേർക്കും വിജയം അവകാശപ്പെടാം. ഇടുക്കിയെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയം എന്താ, വോട്ടർമാർക്കിടെ ചർച്ചാ വിഷയം? അത് ഈ നോട്ട് നിരോധനം, കാർഷിക മേഖലയുടെ തകർച്ച, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട. GST ഒക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരന് ജീവിക്കാനെന്ന് വെച്ചാൽ കാർഷിക മേഖലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ വരുമാനങ്ങൾ വളരെയധികം കുറഞ്ഞു പോയി. പിന്നെ വില വളരെ കുറവ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ, കുരുമുളക്, ഏലം, മറ്റ് കാർഷിക ആദായങ്ങൾക്കെല്ലാം തന്നെ വില ഇടിവ്. അത് കർഷകനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം.